എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന LDC പരീക്ഷ ഗുണപ്രദമാവുന്ന രീതിയിൽ SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് 10ാം ക്ലാസ്സിലെ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ആരംഭിച്ചത്. അതിൽ തുടക്കത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. കേരള PSC പരീക്ഷയിൽ നമ്മൾ ഏത് പരീക്ഷ എടുത്തു നോക്കിയാലും നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ 10ാം ക്ലാസ്സിലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് എപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ളത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ അത് പഠിച്ചു പോവുക. പിന്നീട് ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കരുത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അപ്പം നാഡീവ്യവസ്ഥ, ആ നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതാണ് കൃത്യമായിട്ട് ഈ ഒരു ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്കുള്ളിലാണ് മസ്തിഷ്കവും അതോടൊപ്പം തന്നെ സുഷുപ്നയും വരുന്നത്. അപ്പൊ കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്കുള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കം, അതേപോലെ തന്നെ സുഷുപ്ന. അപ്പൊ ഇത് രണ്ടുമായി ബന്ധിപ്പിച്ച് കിടക്കുന്ന നാഡികളാണ് എന്തിൽ വരുന്നത്? പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ശിരോനാഡികളും ഉണ്ട്. അതായത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 12 ജോഡി ശിരോനാഡികളും അതേപോലെ സുഷുപ്നയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 31 ജോഡി സുഷുപ്ന നാഡികളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എത്ര നാഡികളുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന 43 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ എന്താ പരിചയപ്പെട്ടത്? നാഡീവ്യവസ്ഥയെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മസ്തിഷ്കവും അതോടൊപ്പം തന്നെ സുഷുപ്നയും. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികളാണ് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത്. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 12 ജോഡി ശിരോനാഡികളും അതേപോലെ 31 ജോഡി സുഷുപ്ന നാഡികളും കൂടിച്ചേരുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇപ്പൊ ടോട്ടൽ എത്ര നാഡികളാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 43. എത്രയോ തവണ റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എത്ര നാഡികൾ? ടോട്ടല് 43. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചു. ശിരോനാഡി എന്നും സുഷുപ്ന നാഡി എന്നും. 31 ജോഡി സുഷുപ്ന നാഡിയും അതേപോലെ തന്നെ 12 ജോഡി ശിരോനാഡിയും. ഇതിൽ സുഷുപ്ന നാഡി ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ സുഷുപ്ന എന്ന് എഴുതുമ്പോൾ ആ സായ ഉണ്ടല്ലോ, ആ സായിനെ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ 3 കിട്ടും. ഈ ഒരു പോർഷൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ 31 അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ 31 ജോഡി സുഷുപ്ന നാഡികളാണുള്ളതെന്ന് സുഷുപ്ന എന്ന് നമ്മൾ എഴുതുമ്പോഴുള്ള ഈ സായിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 3, ഇവിടെ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ 1. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടണം 31. പിന്നെ അവശേഷിക്കുന്ന 12 എവിടെ വരുന്നത്? ശിരോനാഡിയിൽ വരുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതിൽ വരുന്നത്? ശിരോനാഡിയിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ടോട്ടൽ എത്രയാണ് നാഡികൾ? ടോട്ടൽ എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 43 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? 43 ആണ്. എത്രയാണ്? 43 ആണ്. നമ്മൾ നാഡി എന്ന് നമ്മൾ പറയുമ്പോൾ, നാഡി എന്ന് നമ്മൾ പറയുമ്പോൾ 4 പിന്നെ നായിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3. നാഡി എന്ന് നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? 4. എന്ന് പറഞ്ഞാൽ എന്താ? 4. അപ്പൊ പിന്നെ ഈ നായിനെ അങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 43 നാഡികളുണ്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ സുഷുപ്ന നാഡി എത്രയാണെന്ന് പഠിക്കാൻ വേണ്ടി സായിൽ നിന്ന് തന്നെ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന 31ലേക്ക് എത്താൻ പറ്റും. പിന്നെ അവശേഷിക്കുന്ന 12 ആണ് എന്ത്? ശിരോനാഡി എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും കണ്ടെത്താനും പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള മസ്തിഷ്കത്തെ കുറിച്ചാണ്. PSC എത്രയോ തവണ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മൾ ഈ പറയുന്ന SCRT ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ പോകുന്ന ഇനിയുള്ള എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക.
നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാന്നൊക്കെ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? മസ്തിഷ്കമാണ്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ മെനിഞ്ചസുമായി ബന്ധപ്പെട്ട് എത്ര സ്തരപാളികളാൽ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3 സ്തരപാളികളാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, തലയോടിനുള്ളിലായിട്ട് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണവും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ മെനിഞ്ചസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എം വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ എങ്ങാനും ആ 3 സ്തരപാളികൾ 2 സ്തരപാളികൾ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇനി വരാൻ പാടില്ല. ഈ മെനിഞ്ചസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴുള്ള എമ്മിനെ തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ എല്ലാം ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ സുഷുപ്ന എന്ന് എഴുതിയപ്പോൾ ആ സുഷുപ്നയിൽ നിന്ന് തന്നെ നമുക്ക് എത്രയാണ് സുഷുപ്നയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികൾ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എല്ലാം എന്താണ്, പലപ്പോഴും ആ പേരിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണവുമുണ്ട്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടേമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം എന്നത്. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവം നമുക്കറിയാം, ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്പൈനൽ കോഡിന്റെ കേസിൽ വരുമ്പോഴും നമ്മൾ ഈ ദ്രവം നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വരുന്നത്, സെറിബ്രം സ്പൈനൽ. അപ്പോൾ അതെന്താണ്? സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ സെറിബ്രോസ്പൈനൽ ദ്രവം നമ്മളിപ്പോൾ മസ്തിഷ്കം പഠിക്കുമ്പോൾ മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിൽ നമ്മൾ പറഞ്ഞു 3 പാളികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പാളികൾക്ക് ഇടയിൽ അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിലും എന്താണ് ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയും ചുരുക്കനാമത്തിൽ, അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. ഇതിന് പുറമെ എന്താണ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. ഈ മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും എന്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു സെറിബ്രോസ്പൈനൽ ദ്രവം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ എവിടെ നിന്നാണ് ഇത് രൂപം കൊള്ളുന്നതെന്ന് വെച്ചാൽ രക്തത്തിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. തിരികെ എന്താണ്, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പൊ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, തിരികെ എന്താണ്, അത് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. അപ്പൊ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് തന്നെ അത് പുനരാഗിരണം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. അപ്പോൾ പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്ക കലകൾക്ക്, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഇതൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ PSC പരീക്ഷയിൽ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്താണ് നമ്മളിവിടെ പരിചയപ്പെട്ടു. മസ്തിഷ്ക കലകൾക്ക് പോഷകാഹാരങ്ങൾ, അതേപോലെ തന്നെ ഓക്സിജൻ ഇതൊക്കെ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദമൊക്കെ ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ എന്താണ് ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. ഇത് എന്തിന്റെ ധർമ്മമാണ്? സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ മസ്തിഷ്കത്തിന്റെ ഘടനയും അതിന്റെ ധർമ്മങ്ങളും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ പഠിക്കാനുള്ളൂ, പക്ഷെ അതെല്ലാം PSC ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. നമുക്ക് പരിചിതമായിട്ടുള്ള ഭാഗങ്ങളാണ്. മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തലാമസ്, അതുപോലെ തന്നെ സെറിബെല്ലം, മെഡുല്ല ഓംബ്ലോഗേറ്റ, ഹൈപ്പോതലാമസ്. അപ്പോൾ പ്രധാനമായിട്ടും മസ്തിഷ്കത്തിലെ ഭാഗങ്ങളാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങളെ മുന്നിൽ ഈ സ്ക്രീനിലേക്ക് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് സെറിബ്രം വരുന്നുണ്ട്, പിന്നെ തലാമസ് വരുന്നുണ്ട്, സെറിബെല്ലം വരുന്നുണ്ട്, മെഡുല്ല ഓംബ്ലോഗേറ്റ വരുന്നുണ്ട്, ഹൈപ്പോതലാമസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? മസ്തിഷ്കത്തിന്റെ
വിവിധ ഭാഗങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് സെറിബ്രത്തെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി ആ ഒരു ചിത്രത്തിലേക്ക് വരാം. നമ്മുടെ ചിത്രത്തിൽ നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്, നമ്മുടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സെറിബ്രം എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സെറിബ്രവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഈ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മസ്തിഷ്കത്തിലെ എന്താണ് ഏറ്റവും വലിയ ഭാഗമാണ് ഈ പറയുന്ന സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയ സെറിബ്രം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. എന്താണ് പഠിച്ചത്? സെറിബ്രം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. നോക്കുക, നമ്മൾ ഈ പറയുന്ന സെറിബ്രം നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഏറ്റവും വലിയ ഭാഗം. പിന്നെ ധാരാളം ചുളിവുകളും അതേപോലെ തന്നെ മടക്കുകളും കാണപ്പെടുന്നു. ധാരാളം ചുളിവുകളും അതേപോലെ തന്നെ മടക്കുകളും കാണപ്പെടുന്നു. അപ്പൊ സെറിബ്രം എന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഒപ്പം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ ചാര നിറത്തിലുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ടേമുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഒന്നാമത്തെ ടേം കോർട്ടക്സ് ആണ്, മറ്റൊരു ടേം നമ്മളിവിടെ പരിചയപ്പെട്ടത് മെഡുല്ലയാണ്. എന്താണ് സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറഭാഗത്തെ? അപ്പൊ സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെയാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെയാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കോർട്ടും അതുപോലെ തന്നെ മെഡലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു കളിയുമായി ബന്ധപ്പെട്ട് കോർട്ടിലേക്ക് പോകുന്നു, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെഡൽ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന കോർട്ടാണ്, അതിനുള്ളിലാണ് നമ്മൾ എന്ത് മെഡൽ മേടിക്കുക അല്ലെ? കോർട്ടിനുള്ളിൽ പോയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മെഡൽ കിട്ടുള്ളൂ. അപ്പൊ സെറിബ്രത്തിന്റെ പുറഭാഗം എന്ന് പറയുന്നത് ചാരനിറമുള്ള എന്താണ്? ചാരനിറമുള്ള കോർട്ടക്സ് ആണ്. അതേ സമയത്ത് ഉൾഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡുല്ലയാണ്. മെഡുല്ല എന്ന് പറയുമ്പോൾ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഡുല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തെല്ലാം പഠിച്ചടോ? നമ്മുടെ സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. ഈ സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ നമ്മൾ കോർട്ടക്സ് എന്നും അതേപോലെ തന്നെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്നുമാണ് പറയുന്നത്. ഇനി ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ സെറിബ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സെറിബ്രമാണ് നമ്മുടെ ചിന്തിക്കാനുള്ളതും ബുദ്ധി അതുപോലെ തന്നെ ഓർമ്മ, ഭാവന ഇതിൻ്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും എന്താണ്? ഈ പറയുന്ന സെറിബ്രമാണ്. കാഴ്ച, സ്പർശം അങ്ങനെയുള്ള ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഉളവാക്കുന്നതും ഏതു ഭാഗമാണ്? നമ്മുടെ സെറിബ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ്? സെറിബ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. അതേപോലെ തന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ചോദിച്ചാൽ അതും സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ചോദിച്ചാൽ അതും സെറിബ്രമാണ്. അതേപോലെ തന്നെ സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗം പരിചയപ്പെട്ടു. സെറിബ്രവുമായി ബന്ധപ്പെട്ട SCERT-യിൽ പറയുന്ന ഈ പോയിന്റുകൾ തന്നെയാണ് PSC പരീക്ഷയിൽ എപ്പോഴും LD പോലുള്ള പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പോയിന്റുകൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഒരിക്കൽ കൂടി പറയാം, സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു.
ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമാണ് സെറിബ്രം എന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം നമ്മളിൽ ഐജിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടിയാണ് ഈ പറയുന്ന സെറിബ്രം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്. നമ്മുടെ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തലാമസ് എന്ന് പറയുന്നത് ദാ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് തന്നെ വരുമ്പോൾ ഈ ഒരു പോർഷനാണ് സെറിബ്രം എന്ന് പറയുന്നത്. ദാ അതിന്റെ താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ തലാമസ് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് സെറിബ്രം? ആ സെറിബ്രത്തിന്റെ താഴെ താഴെ തലാമസ്. അങ്ങനെ ഓർത്ത് വെച്ചോ. സെറിബ്രം, സെറിബ്രത്തിന്റെ താഴെ താഴെ തലാമസ്. അപ്പൊ എന്താണ് സെറിബ്രം? സെറിബ്രത്തിന്റെ താഴെ തലാമസ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സെറിബ്രത്തിന്റെ താഴെയാണ് എന്ത് കാണപ്പെടുന്നത്? തലാമസ് എന്ന് പറയുന്ന ഭാഗം കാണപ്പെടുന്നത്. ഇനി സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് തലാമസിന്റെ ഒരു ധർമ്മമാണ് പറയുന്നത്. സെറിബ്രത്തിലേക്കും അതേപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ ഈ തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഈ തലാമസ് ആണ്. ഈ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയെ എന്താണ് സെറിബ്രത്തിലേക്ക് അയക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തലാമസുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ തലാമസിനെയാണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? മസ്തിഷ്കത്തിലെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തലാമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചാലും തലാമസ് ആണ്. നമുക്ക് ഈ വേദനയൊക്കെ അറിയണമെങ്കിൽ സെറിബ്രമാണ് അതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ സെറിബ്രത്തിലേക്കുള്ള ഈ പറയുന്ന സിഗ്നലുകളൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് തലാമസ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിക്കുന്ന വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന തലാമസിലാണെന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഈ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന തലാമസ് ആണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? SCERT പറയുന്ന 3 പോയിന്റ് പഠിച്ചു. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. അപ്പോൾ അവിടെ സെറിബ്രത്തിന് താഴെ പിടിച്ചിട്ട് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. അതാണ് നമ്മൾ റിലേ സ്റ്റേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവയെ എന്താണ് സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അതേപോലെ തന്നെ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് തലാമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ചിത്രത്തിൽ കാണാം. ഈ ഒരു പോർഷനാണ് നമ്മളെ സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ 2ാമത്തെ വലിയ ഭാഗം. അപ്പൊ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ അതിനോട് സാമ്യമുള്ള സെറിബെല്ലം, അതായത് ആ പേരിനോട് സാമ്യമുള്ള സെറിബെല്ലം, അതാണ് എന്ത്? 2ാമത്തെ വലിയ ഭാഗം. ഈ സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സെറിബ്രമാണ്. അതിന്റെ പിന്നില് 2 ദളങ്ങളായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റും? സെറിബെല്ലത്തെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സെറിബ്രത്തിന് താഴെ തലാമസ്, സെറിബ്രത്തിന് പിന്നിൽ 2 ദളങ്ങളായിട്ട് എന്ത് കാണാൻ പറ്റും? നമ്മുടെ സെറിബെല്ലം കാണാൻ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക.
അപ്പൊ ഇവിടെ സെറിബെല്ലം, സെറിബെല്ലം, സെറിബ്രത്തിന് പിന്നിൽ 2 ദളങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? ചുളിവുകളും ചാലുകളും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു, നമ്മുടെ സെറിബ്രത്തിന്റെ കേസിൽ നമ്മൾ പരിചയപ്പെട്ടു, ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു ഇവിടെ സെറിബ്രം എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രം എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഇവിടെ എന്താണ്? ധാരാളം ചുളിവുകളും ചാലുകളും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ധാരാളം ചുളിവുകളും ചാലുകളും നമുക്ക് എവിടെ കാണപ്പെടുന്നുണ്ട്? സെറിബെല്ലത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? ഈ പറയുന്ന സെറിബെല്ലം എന്ന കാര്യം ഓർക്കുക. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, നമുക്ക് ഒന്ന് നിൽക്കണമെങ്കിൽ നമുക്കൊന്ന് ബലം പിടിക്കണം അല്ലെ. അപ്പൊ അതിൽ നോക്ക്, സെറിബെലം, സെറിബെലം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സെറിബെല്ലം, സെറിബെലം, അതാണ് എന്ത്? ശരീര തുലനനില. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? സെറിബെല്ലം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? മസ്തിഷ്കത്തിന്റെ 2ാമത്തെ വലിയ ഭാഗം, അതോടൊപ്പം തന്നെ സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു, ചുളിവുകളും ചാലുകളുമുണ്ട്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് മെഡുല്ല ഓംബ്ലോഗേറ്റ ആണ്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു നമ്മളിവിടെ പരിചയപ്പെട്ട മെഡുല്ല ഓംബ്ലോഗേറ്റ. അപ്പൊ മെഡുല്ല ഓംബ്ലോഗേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് മെഡുല്ല ഓംബ്ലോഗേറ്റയെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വരികയാണ്. ഏറ്റവും മുകളിലായിട്ട് സെറിബ്രം, സെറിബ്രത്തിന് താഴെ തലാമസ്, സെറിബ്രത്തിന് പിന്നിൽ 2 ദളങ്ങൾ പോലെ എന്ത് കാണപ്പെടുന്നുണ്ട്? സെറിബെല്ലം കാണപ്പെടുന്നുണ്ട്. ഈ സെറിബെല്ലത്തോട് ചേർന്നിട്ട് എന്താണ്? നമുക്ക് മെഡുല്ല ഓംബ്ലോഗേറ്റയും കാണാൻ പറ്റും. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ മൈൻഡ് ഈ ഒരു ചിത്രത്തിലൂടെ കടന്നു പോകണം. ഓരോ പേരും നിങ്ങൾ ഇനി കേൾക്കുമ്പോൾ ഈ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എവിടെയാണ് സെറിബ്രം എന്നും, എവിടെയാണ് തലാമസ് എന്നും, എവിടെയാണ് സെറിബെല്ലം എന്നും, എവിടെയാണ് മെഡുല്ല ഓംബ്ലോഗേറ്റ എന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, സെറിബ്രത്തിന് ചൂടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു എന്ന കാര്യം ഓർക്കാം. അപ്പൊ നമുക്ക് വേണം പറയാം, സെറിബ്രത്തിന് ചുവടെ തലാമസിന് ചുവടെ എന്താണ്? ദണ്ഡാകൃതിയിൽ നമ്മുടെ ഈ സെറിബെല്ലത്തോട് ചേർന്നാണ് എന്ത് കാണപ്പെടുന്നത്? മെഡുല്ല ഓംബ്ലോഗേറ്റ കാണപ്പെടുന്നത്. ഇനി ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈചിക പ്രവർത്തനങ്ങൾ എന്താണ്? നിയന്ത്രിക്കുന്നു. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് ഈ അനൈചിക പ്രവർത്തനങ്ങൾ. തൊട്ടു മുമ്പ് നമ്മൾ സെറിബ്രത്തിന്റെ കേസിൽ ഐചിക പ്രവർത്തനങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തു വെക്കാം, ഈ സെറിബ്രം എന്ന് പറയുന്ന അതിനെ നമുക്ക് സെറിബ്രം സോറി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് സോറി എന്ന് പറയും. അറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഐചിക പ്രവർത്തനങ്ങൾ. ഇവിടെ എന്താണ്? അനൈചിക പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ മെഡുല്ല ഓംബ്ലോഗേറ്റ, അപ്പോൾ ഇവിടെ നമ്മളെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇതൊക്കെ എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അത് തന്നെ അങ്ങനെ നടക്കുന്നതാണ്. അതാണ് അനൈചിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓർക്കാം? ഈ മെഡുല്ല ഓംബ്ലോഗേറ്റ എന്നതിൽ ആ മെഡുല്ല ഇങ്ങോട്ട് പിടിച്ചാൽ, മെഡല് എന്ന് പിടിച്ചാൽ, ഓട്ടത്തിനൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഹൃദയമൊക്കെ ഇടിക്കും, ശ്വാസോച്ഛ്വാസമൊക്കെ നമ്മൾ അധികമായിട്ട് എടുക്കും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് മെഡലും കിട്ടും. അത് വെച്ചിട്ട് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈചിക പ്രവർത്തനങ്ങളെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ മെഡുല്ല ഓംബ്ലോഗേറ്റ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? മെഡുല്ല ഓംബ്ലോഗേറ്റ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? സെറിബ്രത്തിന് ചൂടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. അടുത്തതോ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതേതാണ്? മെഡുല്ല ഓംബ്ലോഗേറ്റയാണ്. ഇനി നമ്മൾ അടുത്ത് ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ നമുക്കിവിടെ സെറിബ്രം പഠിച്ചു, തലാമസ് പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, മെഡുല്ല ഓംബ്ലോഗേറ്റ പഠിച്ചു. ഇനി അവശേഷിക്കുന്ന എന്തുവാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്, തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ തലാമസിന്റെ തൊട്ട് താഴെ ഇതാ ഹൈപ്പോതലാമസ്. അപ്പൊ എന്താണോ? സെറിബ്രം ഏറ്റവും വലിയ ഭാഗം, ഏറ്റവും ടോപ്പിലായിട്ട്.
സെറിബ്രത്തിന് താഴെ തലാമസ്, തലാമസിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോ തലാമസ്, തലാമസിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോ തലാമസ്. പിന്നെ നമ്മൾ പറഞ്ഞു സെറിബത്തിന്റെ പിന്നിൽ രണ്ട് ദളങ്ങളായിട്ട് സെറിബെല്ലം. ആ സെറിബെല്ലത്തോട് ചേർന്ന് സെറിബ്രത്തിന് താഴെയായിട്ട് മെഡുല്ല ഓംബ്ലോഗേറ്റ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ ഇനി ഹൈപ്പോ തലാമസിലേക്ക് വരാം. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നു ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള റിയാക്ഷനുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹോർമോണിന്റെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് അതൊക്കെ നിലനിർത്തണം. അതുപോലെ തന്നെ താപം ക്രമീകരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ഹൈപ്പോ തലാമസ് ആണ്. എന്താണ് ഹൈപ്പോ തലാമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മസ്തിഷ്കത്തിലെ ഹൈപ്പോ തലാമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ, ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഹൈപ്പോ തലാമസ് ആണ്. ഏതാണ് ഹൈപ്പോ തലാമസ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഒപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ജലത്തിന്റെ അളവൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇതിനൊക്കെ കോമൺ ആയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത്. അപ്പൊ ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് നമ്മുടെ ശരീരോഷ്മാവ്, അതേപോലെ തന്നെ ശരീരത്തിലെ ജലത്തിന്റെ അളവ്, അതേപോലെ തന്നെ വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. അപ്പൊ എന്താ പഠിച്ചത്? ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഹൈപ്പോ തലാമസ് ആണ്. അതുപോലെ കേൾക്കാറുള്ളതാണ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ചോദിച്ചാലും ഈ പറയുന്ന നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മുടെ മസ്തിഷ്കത്തിലെ നമ്മൾ ഇതുവരെ സെറിബ്രം പഠിച്ചു, തലാമസ് പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, മെഡുല്ല ഓംബ്ലോഗേറ്റയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇനി നമ്മുടെ ഈ പറയുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം മസ്തിഷ്കമാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സുഷുപ്നയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് എപ്പോഴും PSCയിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറഞ്ഞു. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സരംഗഭാഗങ്ങളുള്ള മെനിഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മെനിഞ്ചസിന്റെ ആന്തരവാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ടെന്ന് പറഞ്ഞു. ആ സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്നുണ്ടാകുന്ന രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്നു. ഇനി മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ള മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, ഇതൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മസ്തിഷ്ക ഭാഗത്തേക്ക് വന്നു. അതിൽ സെറിബ്രം, തലാമസ്, സെറിബെല്ലം, മെഡുല്ല ഓംബ്ലോഗേറ്റ, ഹൈപ്പോ തലാമസ്. അതിൽ സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ തലാമസ് ആണ്. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവ എന്താണ് സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അതിന്റെ കൂടെ തന്നെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. വേദന സംഹാരികളും പിന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ ആവേഗങ്ങളൊക്കെ നമ്മുടെ സെറിബ്രത്തിലേക്ക് കടത്തിവിടാതെയൊക്കെ സഹായിക്കുന്നത് ഈ തലാമസ് ആണെന്ന് നമ്മൾ അവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സെറിബെല്ലത്തിലേക്ക് വന്നു. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണെന്നും സെറിബെല്ലത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നുവെന്നും ചുളിവുകളും ചാലുകളും ഉണ്ട്, പേശിപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം നമ്മൾ വന്നത് മെഡുല്ല ഓംബ്ലോഗേറ്റ ആണ്. സെറിബെല്ലത്തിന് ചൂടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ സെറിബ്രമാണ്. ഇവിടെ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്.
പിന്നെ നമ്മൾ ഹൈപ്പോതലാമസിലേക്ക് വന്നു. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നും കൂടെ നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരോഷ്മാവ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ്, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, അതുപോലെ തന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം സഹായിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ നിന്നാണ് പലപ്പോഴും LDC പോലുള്ള പരീക്ഷകൾ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പല സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ഇതിൽ പറഞ്ഞ ഓരോ പോയിന്റുകളും ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാമെന്ന് കേട്ടിട്ട് നല്ലോണം അത് മനസ്സിലാക്കി വെക്കുക. ഒരു മാർക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. എന്തായാലും ചോദ്യം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പഠിക്കാനൊക്കെ എല്ലാ വിധത്തിലുള്ള ഒരു എനർജിയൊക്കെ ലഭിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും. അതുപോലെ തന്നെ ഓരോ സമയവും നല്ല രീതിയിൽ പഠിച്ച് വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് നല്ല ഒരു റാങ്കൊക്കെ നേടി ആ ഒരു ടാഗ് നിങ്ങളുടെ കഴുത്തിൽ അണിയാനുള്ള അവസരം ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും OMR ഷീറ്റിലൂടെ മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.